ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇന്നത്തെ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലെന്ന് പറയും. കാരണം കുട്ടികളുടെ സങ്കടം കാണുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് വല്ലാണ്ട് വിഷമിക്കാറുണ്ട്. മുതിർന്നവരുടെ കണ്ടാലും വിഷമിക്കില്ല എന്നല്ല, പക്ഷേ കുഞ്ഞുങ്ങളുടെ കാണുമ്പോൾ കാരണം നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ അവരുടെ സങ്കടം കാണുമ്പോൾ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു ചെറിയ വേദന എല്ലാവരുടെ ഉള്ളിലേ ഉണ്ടാവും അല്ലേ. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ആവണി ആവൂസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. നല്ലൊരു കലാകാരിയാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ പേര് കുറിഞ്ഞി എന്നാണെന്ന് തോന്നുന്നു. അതിലുപരി തികഞ്ഞൊരു കലാകാരി. പാട്ടായാലും അതുപോലെ ആക്ടിങ് ആയാലും ചെറിയ രീതിയിൽ ഡാൻസ് ആയാലും ഒക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞു മോളാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ മോളുടെ സ്ഥലം എന്ന് പറയുന്നത് കാസർഗോഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ആവണിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ശരിക്കും ആ മോള് ആ വീഡിയോ ചെയ്യുന്നത് ഇന്നലെയാണ്, അതായത് ഓഗസ്റ്റ് 15-നാണ്. ഇന്നാണ് ഞാനത് കാണുന്നത്. അതൊരു സങ്കട വീഡിയോ ആണ്. എന്താണ് ആ മോളുടെ സങ്കടം എന്നുള്ളത് ആ മോള് തന്നെ വീഡിയോയിൽ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കുമല്ലോ സ്കൂളിൽ പോയത്. പക്ഷെ ഞാൻ നല്ലോണം സങ്കടത്തിലാണ് സ്കൂളിൽ പോയത്. ഈ വീഡിയോ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ കൊണ്ട് എനിക്കെന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ ബസ്സെല്ലാം പോകുന്ന വഴി കുറച്ച് പൊങ്ങിയൊരു സ്ഥലമാണ്. ആ സ്ഥലത്താണെങ്കിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് കുറേ ഇലയും വീണിട്ട് വണ്ടി പോകുമ്പോൾ അത് കുണ്ടും കുഴിയായിട്ട് ഞങ്ങളെ ബസ് എപ്പോഴും കയറലില്ല. എങ്ങനെയെല്ലാം കഷ്ടിച്ചിട്ടാണ് കയറിയിട്ട് സ്കൂളിൽ പോകല്. പക്ഷേ ഇന്ന് ഞങ്ങളെ ബസ് രാവിലെ കയറുന്ന സമയത്ത് അതിൻ്റെ ടയർ കത്തിപ്പോയി. എന്നിട്ട് ബസ് അവിടെ നിർത്തി വേറൊരു ബസ് വന്നിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. എനിക്ക് നടന്നിട്ട് പോകാൻ പേടിയായിട്ട് മടിയായിട്ടൊന്നുമല്ല. ഞാൻ ഇവിടുന്ന് എത്ര നടന്നിട്ട് വേണമെങ്കിൽ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യും. പക്ഷേ ഇത് റബ്ബർ നിറഞ്ഞൊരു സ്ഥലമാണ്, കാട് പോലത്തെ ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നായ്ക്കൾ, തെരുവ് നായ്ക്കൾ ഇവിടെ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ചുറ്റി തിരിയും. 4-5 ഉണ്ട്. അപ്പോൾ അതെല്ലാം കടിക്കുന്നു പേടിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് കളക്ടറോ പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും ഒന്ന് സഹായിച്ച് ആ റോഡ് ഫുള്ള് ശരിയാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആ കയറ്റം മാത്രം ഒന്ന് ടാറിട്ട് തന്നിനെങ്കിൽ വളരെ ഉപകാരമായിരുന്നേനെ. അപ്പോൾ കേട്ടല്ലോ, ഇതാണ് ആവണി മോളുടെ സങ്കടം എന്ന് പറയുന്നത്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ആ മോളുടെ സ്ഥലപ്പേര്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് കാസർഗോഡ് ജില്ലയിലാണ്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ അവിടുത്തെ വാർഡ് കൗൺസിലർ ഇവർക്കൊക്കെ എന്താണ് അവിടെ ജോലി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനവൻ്റെ വാർഡിലുള്ള അല്ലെങ്കിൽ അവനവൻ്റെ പഞ്ചായത്തിലുള്ള റോഡ് പോലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്നും നന്നാക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാണ് ഈ നാട് ഭരിക്കുന്നത്? ഇവരൊക്കെ എന്തിനാണ് ഈ ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുന്നത്? എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് സങ്കടം തോന്നി ഈ മോളുടെ ഈ ഒരു വാക്കുകൾ കേട്ടിട്ട്. സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്. നടന്നു പോകാനായിട്ട് എന്താ പ്രശ്നം? തെരുവ് നായ്ക്കൾ, റബ്ബറിന്റെ ഇടയിൽ കൂടെ വേണം പോകാനായിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരുടെ ആൾക്കാർക്ക് എന്തായാലും വിഷമം ഉണ്ടാവും. അപ്പോൾ ദയവ് ചെയ്ത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ ആരെങ്കിലും ഒക്കെ ആ മോളുടെ വീഡിയോയോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോയോ കണ്ടിട്ടുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ ഇതിലൊരു പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ജോലിയാണിത്. ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാ മാസം ശമ്പളം വാങ്ങുന്നത്? ലേശമെങ്കിലും മനസാക്ഷി വേണ്ടേ? എണ്ണി മേടിക്കുമ്പോൾ ഒരു കുത്തുള്ളിൽ തോന്നില്ലേ ഞാൻ പണിയെടുത്തിട്ടാണോ ശമ്പളം വാങ്ങുന്നതെന്ന്? അവിടുത്തെ വാർഡ് കൗൺസിലർ ആരാണെന്നോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണെന്നോ മെമ്പർ ആരാണെന്നോ ഒന്നും എനിക്ക് അറിയില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ അത് പബ്ലിക്കിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. ആ മോളുടെ വീഡിയോ തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ എന്നെ അറിയുന്ന ആരെങ്കിലും ഒക്കെ കാസർഗോഡ് ഉണ്ടെങ്കിൽ, കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പണ്ടുണ്ടായിരുന്നു, അപ്പോൾ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ശരിക്കും അത്രയും സങ്കടം തോന്നി ആ കുഞ്ഞിൻ്റെ സംസാരം കേട്ടപ്പോൾ. സ്കൂളിൽ പോകാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് കളിക്കാൻ പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ട്രിപ്പ് പോകാൻ വേണ്ടിയോ ഒന്നും അല്ല ചോദിക്കുന്നത്. സ്കൂളിൽ പോകാൻ വേണ്ടിയാണ്. അതിൻ്റെ അവസ്ഥ അത്രയും ദയനീയമായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വീഡിയോയിൽ വന്ന് സംസാരിച്ചത്. എന്നിട്ടും പറയുന്നുണ്ട്, ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നത് മുഴുവൻ ടാറിയണമെന്നല്ല പറയുന്നത്, അവിടുത്തെ മുകൾ ഭാഗം മാത്രം എന്നാണ് ആ കുഞ്ഞ് ആവശ്യപ്പെടുന്നത്. എന്തിനാണോ എന്തോ ആൾക്കാർ അവിടെ ഇരിക്കുന്നത്, ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞിട്ട്. അവനവൻ്റെ സ്വന്തം സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെയാണ് ഒരു നാട് നന്നാക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, അറിയുന്നില്ല. ദയനീയമായിട്ട് ചോദിച്ചു പോവുകയാണ്. ഇത്രയും വിഷമമുണ്ട് അതിൻ്റെ സംസാരം കേട്ടപ്പോൾ. പരിഹാരം കാണാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. ഈ നാടിങ്ങനെയാണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും കുറേ അധികം കുഴികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, സ്മാർട്ട് റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് കാലത്ത് നന്നാവും എന്ന് എനിക്കറിയില്ല. കുറേയൊക്കെ നന്നാക്കുന്നുണ്ട്, നന്നാക്കി വരുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് നന്നാക്കി വരും, ഒരു സൈഡിൽ നിന്ന് പൊളിച്ചു വരും. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിനൊരു പരിഹാരം ദയവ് ചെയ്ത് കണ്ടുകൊടുക്കുക പ്ലീസ്.